രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. രാധയുടെ പ്രണയം 129ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണാൻ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കും. ചൊവ്വാഴ്ചയാണ് രാധയുടെ പ്രണയം. ബുധനാഴ്ച ഓഗസ്റ്റ് 6-ാം തീയതി മുതൽ ബുധനാഴ്ച മരണത്തിൻ്റെ രഹസ്യം തേടിയുള്ള യാത്ര, ആത്മാവിൻ്റെ രഹസ്യം തേടിയുള്ള യാത്ര. ആത്മാവ് മരിച്ചു കഴിഞ്ഞ് ആത്മാവ് നിലനിൽക്കുമോ, ഇനിയും ജന്മങ്ങളുണ്ടോ, അത് പഠിക്കുന്നതാണ് കഠോപനിഷത്ത്. ആ കഠോപനിഷത്ത് പഠിക്കാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. പുസ്തകം കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഗുരുവായൂരിലെ ബുക്ക് സ്റ്റാളുകളിലും കഠോപനിഷത്ത് കിട്ടുന്നതാണ്. ഇല്ലെങ്കിലും വിഷമിക്കേണ്ട, ഞാൻ പഠിപ്പിക്കുന്ന ശ്ലോകങ്ങൾ അതിനകത്ത് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട. എല്ലാ വ്യാഴാഴ്ചയും മഹത്തായ അഷ്ടപതിയുടെ ക്ലാസ്സാണ്. അഷ്ടപതി 100ാമത്തെ എപ്പിസോഡിലേക്ക് കുതിക്കുകയാണ്. അതേ കണക്ക് മോക്ഷം കിട്ടുന്നവർക്ക് വേണ്ടി വെള്ളിയാഴ്ച ധമ്മപദത്തിൻ്റെ ക്ലാസ്സാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. അതല്ല എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ഇവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഹോസ്റ്റൽ സൗകര്യവും എല്ലാം ഉണ്ട്. തൃശ്ശൂർ, കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വന്ന് പഠിക്കാറുണ്ട്. അതേ കണക്ക് തന്നെ ജ്യോതിഷത്തെക്കുറിച്ച് അറിയാൻ ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലമിട്ടിട്ടുണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ 96453339 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അതേ കണക്ക് സോൾമേറ്റ് ആണോ എന്നറിയാൻ ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി പേര് വന്നതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുകയാണ്. ടൈം എടുക്കും. ബട്ട് കൃത്യമായിട്ട് എനിക്ക് ആരൊക്കെയാണോ ഞങ്ങൾ സോൾമേറ്റ് ആണോ എന്ന് ചോദിച്ചുകൊണ്ട് അയച്ചിരിക്കുന്നത് അവർക്കെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മറുപടി കിട്ടിയിരിക്കും. അല്പം സമയം എടുക്കുമെന്നേ ഉള്ളൂ. എല്ലാവരും എപ്പോഴും കിടന്ന് വിളിക്കുന്ന കാണാം. കാരണം ഒരുപാട് പേരുടേത് വന്നിരിക്കുന്നു. അതോടൊപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾക്കിടയിലെ സോൾമേറ്റ് കണ്ടുപിടിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ പറഞ്ഞിട്ടും എല്ലാവരും അവരവരുടെ ഗ്രഹനില അയച്ചിട്ട് ഞാനുമായി സോൾമേറ്റ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത്. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് തുടങ്ങിയത്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. എന്നിട്ടും വീണ്ടും ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനുമായിട്ടല്ല, നിങ്ങൾക്കിടയിൽ. പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കേൾക്കണം. പ്ലേലിസ്റ്റ് എടുത്താൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, കേൾക്കണം. ആരാണ് രാധ എന്നുള്ളത് കേൾക്കണം. മീരാഭായിയുടെ കഥ കേൾക്കണം.
അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേട്ടിട്ട്, പിന്നെ ജനറൽ എന്ന് പറയുന്ന ഐറ്റത്തിൽ നിരവധി ചെറിയ വീഡിയോകളുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ നമ്മൾ രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് നമ്മുടെ അഷ്ടപതി 100ാമത്തെ എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആൾക്കാരാണ് അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതി അറിയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ രാധയുടെ പ്രണയത്തിലും ഇത് ഉൾപ്പെടുത്തും, അഷ്ടപതിയിലും അത് ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങൾക്ക് അഷ്ടപതിയെക്കുറിച്ചുള്ള അഭിപ്രായം എനിക്കൊരു വോയിസ് മെസ്സേജ് ആയിട്ട് ഒരു 2 മിനിറ്റിൽ കുറയാതെ അയച്ചു തന്നാൽ മതി. അപ്പോൾ നമ്മുടെ അഷ്ടപതിയെക്കുറിച്ച് തന്ന അഭിപ്രായം അത് അഷ്ടപതിയിൽ മാത്രം ഇട്ടാൽ തീരില്ല, അത്രയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ രാധയുടെ പ്രണയത്തിലും ഇടും, അഷ്ടപതിയിലും ഇടും. അപ്പം ഇപ്രാവശ്യം അഷ്ടപതിയെക്കുറിച്ച് റുമാനിയയിൽ നിന്നൊരു രാധാഭക്ത, റുമാനിയയിൽ നിന്നുള്ള രാധാഭക്തയ്ക്ക് അഷ്ടപതിയെക്കുറിച്ച് എന്താണ് പിന്നെ പറയാനുള്ളത് കേട്ടുകൊള്ളൂ. എന്നിട്ട് രാധയുടെ പ്രണയം ആരംഭിക്കും. രാധേ രാധേ സർ. സാറിൻ്റെ അഷ്ടപതി ക്ലാസ്സിനെ കുറിച്ച് സാറ് പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു അഭിപ്രായം എല്ലാവരും അയക്കണമെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അഷ്ടപതി എന്ന് പറയുന്ന ഒരു വിഷയം ഇത്ര ഒരു എന്താ പറയുക വിപുലമായ രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാറിനല്ലാതെ മറ്റാർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളെല്ലാം ഇതിനു മുമ്പേ അഷ്ടപതി കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അഷ്ടപതിയെക്കുറിച്ച് നമുക്കറിയാമായിരിക്കാം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അഷ്ടപതി എന്ന് പറയുന്നത് ഒരു ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ഒരു ജീവബ്രഹ്മ ഐക്യമാണെന്നുള്ള ആ ഒരു സത്യം അത് റിവീൽ ചെയ്ത് തന്നത് സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിലൂടെയാണ്. പിന്നെ മാത്രമല്ല, സാറിൻ്റെ ഒരു അവതരണ രീതിയും, ആ അവതരണ രീതിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം രാധാറാണിയുടെയായും കൃഷ്ണനായും ആ ഒരു സാറ് ചെയ്യുന്ന പോലെ മറ്റാർക്കും ഇത്ര നന്നായി അഷ്ടപതി ക്ലാസ് പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സാറിൻ്റെ അഷ്ടപതി ക്ലാസ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മളിപ്പം അഷ്ടപതി ഏകദേശം 17 ഇത് കഴിഞ്ഞ് ഇപ്പോൾ 18ലോട്ട് പോകുന്നു. 24 അഷ്ടപതികളുണ്ട്. അപ്പം ചിലപ്പം ഈ വർഷം ഫുൾ എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷം പകുതി വരെ പോകുമായിരിക്കാം. എനിക്കറിയില്ല എങ്ങനെയാണ് ഇനിയുള്ള പോക്കെന്ന്. പക്ഷേ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറ് ഈ അഷ്ടപതിയുടെ ഒരു ഇംഗ്ലീഷ് വെർഷൻ ഇറക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എനിക്കതിനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാനത് ചെയ്തേനേയും. കാര്യം എന്തെന്നോ സർ, നമ്മളിപ്പം സാറിൻ്റെ ഈ അവതരണം മലയാളത്തിലായതുകൊണ്ട് മലയാളികളായ പലർക്കും നമുക്കെല്ലാം ഇതിനെക്കുറിച്ചും ഒരു അവബോധം എന്ന് വേണം പറയാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ഡിവോട്ടീസ് വേറെ ഇന്ത്യക്കകത്ത് തന്നെ മറ്റ് ലാംഗ്വേജസിലുണ്ടാകാം. അതുപോലെ തന്നെ സാർ ഔട്ട്സൈഡ് ഇന്ത്യയും ഒരുപാട് ഡിവോട്ടീസ് രാധാകൃഷ്ണ ഭക്തന്മാരാണ്. അപ്പം സാറിനറിയാം, സാറ് തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, സാറ് ട്രാൻസ്ലേറ്ററായിട്ട് പോയിട്ടുണ്ട് ഏതോ ഒരു മാതാജിയുടെ ക്ലാസ്സിൽ. എനിക്കറിയില്ല, സാറ് പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു.
അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാറാണി സാറിനെ കൊണ്ട് ഇംഗ്ലീഷിൽ ഈ ഒരു അവതരണം ഇംഗ്ലീഷിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു നോളജ് അല്ലെങ്കിൽ ഇത് ലോകം മുഴുവനുള്ള ആളുകളിലേക്ക് എത്തില്ലേ? അപ്പോൾ അവർക്കും ഈ അഷ്ടപതി കൂടുതൽ വായിക്കാനും പഠിക്കാനും പാടാനും ഉള്ളൊരു അവസരം ഉണ്ടാകില്ലേ? അപ്പോൾ ലോകം മുഴുവൻ അഷ്ടപതി വായിച്ചു തുടങ്ങില്ലേ അല്ലെങ്കിൽ പാടി തുടങ്ങില്ലേ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സാറിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ രാധാറാണിയുടെ അനുഗ്രഹം എല്ലാവർക്കും നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഉണ്ടാകട്ടെ. രാധേ രാധേ സാർ. അപ്പോൾ നമ്മുടെ അഷ്ടപതിയെക്കുറിച്ച് റൊമാനിയയിൽ നിന്നുള്ള ലക്ഷ്മിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടല്ലോ. ലക്ഷ്മി, ഞാൻ ലക്ഷ്മിക്ക് ഒരു വാക്ക് തരുന്നു. ഈ അഷ്ടപതി ക്ലാസ്സുകൾ തീർന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അഷ്ടപതിയുടെ ഇംഗ്ലീഷിലെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. ചിലപ്പം അഷ്ടപതി തീരുന്നതിന് മുമ്പ് തന്നെ അഷ്ടപതിയുടെ ഇംഗ്ലീഷ് വേർഷൻ ആരംഭിക്കുന്നതാണ്. ഓർമ്മിക്കുക, ഈ മലയാളം കേട്ടിട്ടുള്ളവർക്ക് ആ ഇംഗ്ലീഷ് കേട്ട് കഴിയുമ്പോൾ നന്നായി മനസ്സിലാകും, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പരിജ്ഞാനവും കിട്ടും. അപ്പം കാത്തിരിക്കുക. അഷ്ടപതി ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ അവതരിപ്പിക്കാൻ ഞാൻ തീർച്ചയാക്കി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ എല്ലാ സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു, നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലീഷാണെന്നും പറഞ്ഞ് നിങ്ങൾ കേൾക്കാതിരിക്കേണ്ട. ഞാൻ നിർത്തി നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരും. എന്നിട്ട് കട്ടിയുള്ള വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അഷ്ടപതിയുടെ ഇംഗ്ലീഷ് വേർഷൻ നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ രാധാകുണ്ഠാണ്. രാധയുടെ പ്രണയം 2 ഭാഗമായിട്ടാണ്. ഒന്ന്, ആ സ്റ്റോറി ഒഴുക്കിന് പോകുന്നു. 2, രാധയുടെ പ്രണയം. ഒരാഴ്ച രാധയുടെ പ്രണയം, അടുത്ത ആഴ്ച രാധാകുണ്ഠ്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. രാധാകുണ്ഠ് പരമ പവിത്രമാണ്. നിങ്ങൾ രാധാകുണ്ഠിനെ കുറിച്ചുള്ള വീഡിയോ ഇങ്ങനെ നിരന്തരം കേൾക്കണം. കേട്ട് നിങ്ങൾ രാധാകുണ്ഠി ചെന്നിട്ട് നിങ്ങളും ഒരു വ്രജവാസിയായി മാറണം. ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് നമ്മൾ രാധാകുണ്ഠിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്ന വീഡിയോ കേൾക്കണം. അതേ കണക്ക് രാധികാ കവചം, അത് 2 എണ്ണമുണ്ട്. 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ അത് പാടിയിട്ടിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധാ സഹസ്രനാമവും നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടിക്കഴിഞ്ഞു. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഇടുന്നത് അടുത്ത നെക്സ്റ്റ് വീക്കിലേക്കാണ്. നേരത്തെ ഒരുപക്ഷെ ഈ വീഡിയോ കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ രാധാ സഹസ്രനാമം കേട്ടിരിക്കും. അതല്ലെങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടൻ രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടുന്നതിടും. അതിനുശേഷം ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നതായിരിക്കും? പഠിപ്പിക്കുന്നത്. രാധാ സഹസ്രനാമം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. രാധാകുണ്ഠിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. നൂറ്റാണ്ടുകളോളം ഈ രാധാകുണ്ഠും അതിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളുമെല്ലാം ഹരിത ഗ്രാമം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ രാധാകുണ്ഠിന് ചുറ്റുമുള്ള ഗ്രാമങ്ങൾ കൃഷ്ണനും രാധാറാണിയും ഭൂമിയിൽ നിന്ന് ഗോലോകത്തേക്ക് പോയതിന് ശേഷം അത് ഹരിത ഗ്രാമം എന്ന പേരിൽ അറിയപ്പെട്ടു. രാധാകുണ്ഠിനെ ഹരിതകുണ്ഠെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഈ രാധാകുണ്ഠെന്ന് പറയുന്നത് എന്താ പറയേണ്ടത്? ഇന്ന് നിങ്ങൾ അവിടെ സഞ്ചരിച്ചാൽ റോഡിൽ നമുക്ക് സൈൻ ബോർഡ് വെച്ചേക്കുമല്ലോ. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ സഞ്ചരിക്കുമ്പം തിരുവനന്തപുരം ഇത്ര കിലോമീറ്റർ, കോട്ടയം ഇത്ര കിലോമീറ്റർ എന്ന് വെച്ചേക്കുമല്ലോ. അതുപോലെ അവിടെ ബോർഡ് നിങ്ങൾക്ക് കാണാം, രാധാകുണ്ഠ് ഇനി ഇത്ര കിലോമീറ്റർ. പോസ്റ്റ് ഓഫീസിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഹെഡിങ് രാധാകുണ്ഠ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തു കഴിഞ്ഞാലോ രാധാകുണ്ഠ്. അവിടുത്തെ ഗ്രാമീണർക്ക് രാധാകുണ്ഠ്. ശ്യാമകുണ്ഠെന്ന പേര് അവിടെ ആരും പറയുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ഉള്ള പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ശ്യാമകുണ്ഠ് അവരങ്ങനെ ശ്രദ്ധിക്കുന്നത് പോലുമില്ല എന്ന് മനസ്സിലാക്കുക. ശ്യാമകുണ്ഠ് ഈ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ശ്യാമകുണ്ഠ് എന്തേന്നും പറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ നോർത്ത് ഇന്ത്യക്കാർക്ക് നല്ലൊരു പങ്കിനും ശ്യാമകുണ്ഠിനെ കുറിച്ച് വലിയ അറിവ് പോലുമില്ല. അവർക്കെല്ലാം രാധാകുണ്ഠാണ്.
നിങ്ങൾക്ക് ഒരിക്കലും ശ്യാമകുണ്ട് ഇത്ര കിലോമീറ്റർ എന്നൊരു ബോർഡ് കാണാൻ പറ്റില്ല. നിങ്ങൾ വൃന്ദാവനത്തിൽ പോയിട്ടുണ്ടല്ലോ, ശ്യാമകുണ്ട് ഇത്ര കിലോമീറ്റർ, പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ശ്യാമകുണ്ട് ഇല്ല. ഇനി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പോസ്റ്റ് ഓഫീസ് ആയാലും റോഡ് മാപ്പ് ആയാലും ഗൂഗിൾ മാപ്പ് എടുത്താലും എല്ലാം രാധാകുണ്ടിലേക്ക് ഇത്ര കിലോമീറ്റർ. അപ്പോൾ പ്രിയപ്പെട്ട കൃഷ്ണഭക്തരെ, നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുക, രാധയില്ലാതെ കൃഷ്ണനില്ല, രാധയെ പിടിക്കാതെ കൃഷ്ണനെ കിട്ടില്ല, കൃഷ്ണനും മുകളിലാണ് രാധ എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. വൃന്ദാവനവാസികൾ കൃഷ്ണന്റെ പേര് പോലും ഉച്ചരിക്കുന്നില്ല, മനസ്സിലായില്ലേ? പക്ഷേ ഇന്നും അവരെ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് എന്ത് ഭാഗ്യം ചെയ്തവരെന്നല്ലേ, അല്ലേ? അപ്പം കൃഷ്ണന്റെ നാമം പോലും ഉച്ചരിക്കാത്തവരെ ഭാഗ്യം ചെയ്തവരെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? അതിനേക്കാൾ സുപ്രീമാണ് അവർ പിടിച്ചിരിക്കുന്നത്, അതിനേക്കാൾ സുപ്രീം കോടതിനെയാണ് അവർ പിടിച്ചിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം. അത്രയ്ക്ക് മഹത്തരമാണ് ആരെന്ന് പറയുന്നത്, രാധാറാണി എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. വൃന്ദാവനം കാണാൻ വരുന്നവർ, അത് ഡൽഹിയിലുള്ളവരാകട്ടെ, കേരളത്തിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന്, മുംബൈയിൽ നിന്ന്, ആന്ധ്രയിൽ നിന്ന്, എവിടുന്ന് വരുന്നവരായാലും അവർ ഒന്നുപോലെ പറയും, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഞങ്ങൾ രാധാകുണ്ടിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചു ചോദിക്കണം, നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു? ഞങ്ങൾ രാധാകുണ്ടിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട്? കഠിന കൃഷ്ണഭക്തർ തന്നെ വൃന്ദാവനം കാണാൻ പോയിട്ടുണ്ട്, അല്ലേ? രാധാറാണിയെ അത്ര കണ്ട് ആരാധിക്കാതെ കൃഷ്ണഭക്തരായ എത്രയോ കേരളത്തിലെ ആൾക്കാർ പോയിട്ടുണ്ട്. അവർക്ക് കൗതുകമാണ്, വലിയ ഭക്തിയൊന്നുമല്ല കൃഷ്ണൻ പോയ സ്ഥലം. നിങ്ങളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ശ്യാമകുണ്ടിലേക്ക് പോവുകയാണെന്ന്? ഞങ്ങൾ ഇല്ല. നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്? രാധാകുണ്ടിലേക്ക് പോകുന്നു, ഞാൻ രാധാകുണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മളെ കണക്കല്ല അവർ. നിങ്ങളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളും മറ്റുള്ളവരും എല്ലാം പറയുന്നത്, അതായത് കേരളത്തിലുള്ളവരും വിദേശികളും ഒക്കെ വിദേശികളല്ല, അത് വേറെ, കേരളത്തിലുള്ളവരും മറ്റും കരുതുന്നത് രാധാകുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ തീർത്ഥ കുളമാണ്, അല്ലെങ്കിൽ കൃഷ്ണന്റെയും രാധാറാണിയുടെയും ലീലകൾ വിളയാടിയ സ്ഥലമെന്നാണ്, അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ പുണ്യസ്ഥലമെന്നാണ്. പക്ഷേ വ്രജവാസികള് അവരോടൊപ്പം കൂടി ഇപ്പൊ യൂറോപ്യൻസ്, പക്ഷേ വ്രജവാസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, രാധാറാണി ജന്മം കൊണ്ട സ്ഥലത്ത് താമസിക്കുന്നവര്, രാധാകുണ്ടിൽ താമസിക്കുന്നവരെയാണ് വ്രജവാസികൾ എന്ന് നമ്മൾ പറയുന്നത്. ഈ വ്രജവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് രാധാകുണ്ടല്ല. അവർ ചിന്തിക്കുന്നതും അവർക്ക് ഫീൽ ചെയ്യുന്നതും അവർ സംസാരിക്കുമ്പോഴും അവർ വിശ്വസിക്കുന്നതും അവരാരാധിക്കുന്നതും എല്ലാം രാധാകുണ്ടിനെ അല്ല. അവർ നോക്കുമ്പോൾ രാധാകുണ്ടിനെ ഒരു ജലമായിട്ട് അവർ കാണത്തില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, രാധാകുണ്ട് അവർക്ക് ജലം എന്ന സങ്കല്പത്തിൽ തന്നെ അവർ പോകുന്നത്. കേരളത്തിൽ നിന്ന് പോകുന്നവർ രാധാകുണ്ടിൽ ചെന്ന് ആ വെള്ളം എടുത്തു. പലരും പറയും, ഞാൻ രാധാകുണ്ടിൽ ചെന്നു സാറേ, ആ വെള്ളം കൈകൊണ്ട് തൊട്ടു, ആ ഞാൻ ഭാഗ്യവതി. കേൾക്കൂ, രാധാകുണ്ട് അതൊരു ജലമല്ല. വ്രജവാസികൾ പറയുന്നത് അവർ രാധാകുണ്ടെന്ന പേരുച്ചരിക്കില്ലെന്ന് നിങ്ങൾക്കറിയാമോ? അവർ രാധാകുണ്ടെന്ന് ബോർഡൊക്കെ എഴുതി വെക്കും, പക്ഷേ അവർ പറയുന്നത് രാധാറാണി. അവർക്കത് ജലമല്ല, ദേവിയാണത്. രാധാറാണി തന്നെയാണ് ആരെന്ന് പറയുന്നത് ഈ രാധാകുണ്ട്. അവർ രാധാകുണ്ടെന്ന പേരുച്ചരിക്കത്തില്ല. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാധാകുണ്ടിൽ ചെല്ലുമ്പോൾ അത് രാധാറാണിയുടെ ജലം എന്നാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ വ്രജവാസികളുടെ ഭക്തി നിങ്ങളിപ്പം മനസ്സിലാക്കുക. നിങ്ങളെന്നും വ്രജവാസികളുടെ ഭക്തിയുടെ മുന്നിൽ ഒന്നുമല്ല. ഇവിടെയൊക്കെ പലരും ഞങ്ങൾ കഠിന ഭക്തരാണെന്ന് അഹങ്കരിക്കുന്നവർ നിങ്ങൾ വിചാരിക്കുക. നിങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് രാധാറാണിയുടെ വെള്ളം കാണുമ്പോൾ നിങ്ങൾ വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ തൊട്ടെന്നാണ് പറയുന്നത്. അവരങ്ങനല്ല പറയുന്നത്. അവർ പറയും ഞങ്ങൾ രാധാജിയെ തൊട്ടു എന്നാണ് പറയുന്നത്. അവരാ ജലത്തിൽ തൊട്ടാൽ വെള്ളത്തിൽ തൊട്ടു എന്നല്ല, അവർക്കത് വെള്ളമെന്നവർ പറയില്ലവർ. നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത് വെള്ളമെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലേ അവർ ശരിയാക്കി കളയും നിങ്ങളെ. അവർക്കത് രാധാറാണി തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ പറയും ഞാൻ രാധാകുണ്ടിന് പരിക്രമം വെച്ചു എന്ന്. പക്ഷേ വ്രജവാസികൾ പറയുന്നത് ഞങ്ങൾ രാധാറാണിക്ക് പരിക്രമണം വെച്ചു. അവർ നെയ്വിളക്ക് കത്തിക്കും,
അകില് പുകയ്ക്കും. അപ്പം അവർ പറയുന്നത് ഞങ്ങൾ രാധാ റാണിക്ക് നെയ്വിളക്ക് കത്തിച്ചു എന്നാണ്. നമ്മളൊക്കെ ചെന്ന് രാധാകുണ്ടിൽ പൂക്കളർപ്പിക്കും, അല്ലെങ്കിൽ രാധാകുണ്ടിലേക്ക് വ്രജവാസികൾ വന്ന് പഴവർഗ്ഗങ്ങൾ നിവേദിക്കും. പക്ഷെ അവർ പറയുന്നത് രാധാ കുണ്ടിലേക്കല്ല പഴവർഗ്ഗങ്ങൾ നിവേദിക്കുന്നത്, രാധാ റാണിക്കാണ് ഞങ്ങൾ പഴവർഗ്ഗങ്ങൾ എന്ത് ചെയ്യുന്നത്, നിവേദിക്കുന്നത്. അവരിൽ ഓരോരുത്തരും പറയുന്നത് ഞാൻ രാധാ റാണിയാണ് ആരാധിക്കുന്നത്. അതായത് വ്രജവാസികളെ കുറിച്ച് നിങ്ങൾ അറിയുക, അതായത് ഭക്തി എന്തെന്ന് നിങ്ങൾ അറിയണം. ഇവിടെ കേരളത്തിലുള്ള കൃഷ്ണഭക്തരും കേരളത്തിലെ രാധാഭക്തരും ഒക്കെ ഇത് നല്ലതുപോലെ അറിയണം. പലരും വലിയ ഭക്തരാണെന്നൊക്കെ അഹങ്കരിക്കാറുണ്ട്. പക്ഷേ വ്രജവാസിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവരുടെ ഭക്തിയുടെ മുമ്പിൽ നിങ്ങൾ വെറും കൃമികളാണെന്ന് മനസ്സിലാകും. കാരണം വ്രജവാസിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, രാധ. അതാദ്യം മനസ്സിലാക്കുക. വ്രജവാസിക്ക് ദൈവം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, രാധ. കേരളത്തിലുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അവർ കഠിന കൃഷ്ണഭക്തരാണെങ്കിലും ശിവന്റെ അടുത്ത് പോകും, ശിവന്റെ നാമം ചൊല്ലും, പിന്നെ മറ്റ് ദൈവങ്ങളുടെ അടുത്ത് പോകും, എല്ലാം ചെയ്യും അല്ലേ? കേരളത്തിലുള്ളവരും മറ്റ് സ്ഥലത്തുള്ളവരും എല്ലാം, മുംബൈയിലുള്ളവരും ആന്ധ്രയിലുള്ളവരും എല്ലാം അവിടെ ഇവിടെയൊക്കെ പോകും. പക്ഷെ വ്രജവാസിക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. അവർ ദൈവം എന്ന് കേട്ടാൽ അവർക്ക് ആരാണ്? രാധാറാണിയാണ്. അതായത് മഹാനിധി സ്വാമി. അപ്പം മഹാനിധി സ്വാമി പറയുന്നു, അദ്ദേഹം ഗോസ്വാമിയാണ്. ഗോസ്വാമിയായ മഹാനിധി സ്വാമി പറയുന്നു, അദ്ദേഹം ഒരു ദിവസം രാധാകുണ്ടിൽ നിന്ന് ഒരു ടാക്സി പിടിച്ചു. വൃന്ദാവനത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. അപ്പോൾ ഈ ടാക്സി വഴിക്ക് വെച്ച് ബംഗി ബിഹാരി ടെമ്പിളിൻ്റെ അവിടെ നിർത്തി പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്തിട്ട് ഇയാൾ പറഞ്ഞു, വരുന്നില്ലേ തൊഴാനെന്ന് സ്വാമി ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞ മറുപടി, ഞാൻ രാധാറാണിയെ തൊഴുതിട്ടാണല്ലോ വന്നത്. അപ്പം മഹാനിധി സ്വാമിക്ക് ഒരു സംശയം, എടാ വരുന്ന വഴിക്ക് ഒന്നും ക്ഷേത്രങ്ങളില്ലല്ലോ, ഞങ്ങൾ എവിടെയും ഇറങ്ങിയില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ രാധാറാണിയെ തൊഴുന്നത്, നമ്മൾ ഇടയ്ക്കൊന്നും ഇറങ്ങിയില്ലല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു, രാധാറാണിക്ക് സമീപമല്ലേ ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്നത്, രാധാറാണിയുടെ അടുത്തല്ലേ പാർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് സ്വാമിക്ക് പിടികിട്ടിയത്. കാരണം രാധാകുണ്ടിൻ്റെ അടുത്താണ് ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? രാധാകുണ്ടിൻ്റെ അടുക്കലാണ് ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവർ രാധാകുണ്ടെന്ന് പറയത്തില്ല, രാധാറാണി. അപ്പോൾ ഈ സ്വാമി കാറ് വിളിച്ചപ്പോൾ, മഹാനദി സ്വാമി ടാക്സി വിളിച്ചപ്പോൾ ആ ടാക്സി ഡ്രൈവർ ഓടി വന്ന് രാധാകുണ്ടിനെ തൊഴുതു. രാധാകുണ്ടിനെ തൊഴുതിട്ടാണ് കയറിയത്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഞാൻ രാധാകുണ്ടിനെ തൊഴുതെന്നല്ല, രാധാറാണിയെ തൊഴുതു. നിങ്ങളിൽ വൃന്ദാവനത്തിൽ പോയിട്ട് വരുന്ന എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? ഇവിടെ ഇരുട്ട വെളുക്ക വൃന്ദാവനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഭക്തന്മാരും ഭക്തകളും ഒക്കെ ഉണ്ടല്ലോ, പറയാൻ പറ്റുമോ? അവിടെ ചെന്നാൽ ഈ ഭക്തകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്ന തന്നെ രാധാകുണ്ടെന്നല്ലേ? ഇങ്ങനല്ല, ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കരുത്. മനസ്സിലല്ലേ? നിങ്ങൾ അറിവില്ലാത്തവരുടെ കൂടെ പോകരുത്. അവിടെ പറയേണ്ടത് ഇത് രാധാറാണി, രാധാകുണ്ടല്ല. ആ ടാക്സി ഡ്രൈവർ പറഞ്ഞതല്ലേ അത്. ദേ നോക്കൂ, ഒരിക്കൽ സാക്ഷി മാർക്കറ്റിന് സമീപം ഒരു ഫ്രണ്ടുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ രാധാകുണ്ട് അതായത് ആരാണ് ഞാൻ പറയുന്നത്? മഹാനിധി സ്വാമിയുടെ കാര്യമാണ്. മഹാനിധി സ്വാമി സാക്ഷി മാർക്കറ്റിന് സമീപം ഒരു ഫ്രണ്ടുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഈ രാധാകുണ്ട് ചൂണ്ടിയിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞു, ദേ അതാണ് രാധാകുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് 3 വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ അവൻ വന്ന് സ്വാമിയെ രൂക്ഷമായിട്ടൊന്ന് നോക്കി, വളരെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞ്, ഏയ് രാധാകുണ്ട് നഹീൻ ഹായ്, രാധാറാണി ഹായ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അല്പം ദേഷ്യത്തിലാണ് സ്വാമിയുടെ അടുത്ത് പറഞ്ഞത്, എന്നാ നിങ്ങൾ വിളിച്ചത് രാധാകുണ്ടെന്നോ? നിങ്ങൾ അങ്ങനെ വിളിക്കാൻ പാടില്ല, രാധാകുണ്ടെന്ന് വിളിക്കാൻ പാടില്ല, അവർ സഹിക്കില്ല. മനസ്സിലായ? വൃന്ദാവനവാസികളുടെ ഭക്തി നിങ്ങൾ ഉൾക്കൊള്ളാനാണ് ഞാനിതൊക്കെ പറയുന്നത്. ഇനി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വൃന്ദാവനവാസികളുടെ ഭക്തിയുടെ മുമ്പിൽ നിങ്ങളൊരു പുൽക്കൊടിയേക്കാൾ കഷ്ടമാണെന്ന് നിങ്ങൾ അറിയുക. ഈ ഞാൻ ഉൾപ്പെടെ വൃന്ദാവനവാസികളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഭക്തിയിലേക്ക് വരണം. രാധാകുണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുക്കിൾ നോക്കി ഇടിക്കുന്നതിരിക്കും അവര്. മനസ്സിലായില്ലേ? 3 വയസ്സുള്ള ചെറുക്കൻ, ആലോചിച്ച് നോക്കെ, 3 വയസ്സുള്ള പയ്യൻ വന്നിട്ട് പറയുകയാണ്, രാധാകുണ്ട് നഹീൻ ഹായ്, രാധാറാണി ഹായ്. 500 വർഷങ്ങൾക്ക് മുമ്പ് രൂപ ഗോസ്വാമി പാദര്
വൃജവാസികളടുത്ത് പോകാൻ പോയ ഒരാളോട് പറഞ്ഞതാണ്, നോക്കൂ അതേതാണ് അല്ല ഈ വൃജവാസികളെ കുറിച്ച് പറഞ്ഞതാണ്, അവര് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധാറാണിയുടെയും കുടുംബാംഗങ്ങളാണ്. വൃജവാസികളെന്ന് പറഞ്ഞാൽ ഭഗവാൻ രാധാകൃഷ്ണന്റെയും പിന്നെ രാധാറാണിയുടെയും കൃഷ്ണന്റെയും കുടുംബാംഗങ്ങളാണ്. ചൈതന്യ മഹാപ്രഭു പിന്നെ വൃന്ദാവനം സന്ദർശിക്കാൻ പോയവരടുത്ത് പറഞ്ഞു, വൃജവാസികളോട് വളരെ ബഹുമാനപൂർവമായ ഒരകലം പാലിച്ചോളണം. കാരണം അവർ രാധാറാണിയെ പൂജിക്കുന്ന ഭാവങ്ങളൊക്കെ വേറെയാണ്, അവരുടെ ഭാവം വലുതാണ്. ചില സമയത്ത് നിങ്ങൾ കാഷ്വലായിട്ട് കയറി നിങ്ങൾ പറയുകയാണ്, ഒരാളെടുത്ത് ചോദിക്കുക രാധാകുണ്ട് എവിടെ, ചിലപ്പോൾ അവർക്ക് പിടിക്കത്തില്ല, കൈവീശി ഒന്നങ്ങ് തന്നിരിക്കും, സംശയമൊന്നും വേണ്ട. ഞാൻ ഒരിക്കൽ അതായത് ഇവിടല്ല, ഞാനൊരിക്കൽ പിന്നെ അയോധ്യയിൽ പോയ സമയത്ത് സരയൂ നദിയിൽ ഒരുത്തൻ ചെരുപ്പിട്ടുകൊണ്ടിറങ്ങി, മനസ്സിലല്ലേ? സരയൂ നദിയിൽ ഒരാൾ ചെരുപ്പിട്ടുകൊണ്ടിറങ്ങി, അവിടെ ഉള്ളവരെ ഒന്ന് കാരണപ്പൂറ്റി നോക്കി ഒന്നങ്ങ് കൊടുത്തു. കാരണം അവർക്കത് അമ്മയാണ് സരയൂ നദി. ചെരുപ്പിട്ട് നീ ചവിട്ടുന്നു എന്നും ചോദിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് വന്നവനാ. അല്ല, ഒരു കണക്കിന് നദിയിൽ ചെരുപ്പിട്ടിറങ്ങുന്നതിന് നദി പരിപാവനമല്ലേ, പരിശുദ്ധമല്ലേ, അവിടെ അടി അന്നേരം പറ്റിച്ചു. അപ്പൊ നിങ്ങൾ വൃന്ദാവനത്തിൽ ഭക്തി കൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ ചെല്ലുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ചുമ്മാ കയറി രാധാകുണ്ടെന്നൊക്കെ അലക്ഷ്യമായിട്ടോ ഭക്തിയില്ലാതെയോ പറഞ്ഞാൽ ചിലർ വച്ച് വീട്ടിത്തരും. അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം രാധാഭക്തിയുടെ ക്ലൈമാക്സിലാണത്, ക്ലൈമാക്സിലാണ്. അപ്പൊ നിങ്ങൾ രാധയെക്കുറിച്ച്, രാധാറാണിയെക്കുറിച്ചോ രാധാകുണ്ടിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു അലക്ഷ്യമായി പറഞ്ഞാൽ ചിലപ്പോൾ അവര് ക്ഷമിച്ചു എന്ന് പോലും വരില്ല, അത്ര കണ്ടാണ് അവർക്ക്. അതേ കണക്ക് തന്നെ വല്ലഭാചാര്യ വൈഷ്ണവാസ് പറഞ്ഞു, ഒരു ദിവസം വല്ലഭാചാര്യ വൈഷ്ണവാസ് ചെന്നിട്ട് അവിടെ എന്തോ പറഞ്ഞപ്പോൾ ജയ് ശ്രീകൃഷ്ണ എന്ന് പറഞ്ഞു. വിജവാസികൾക്കത് സഹിക്കില്ല. ഈ കേരളത്തിൽ നിന്ന് പോകുന്നവർ മനസ്സിലാക്കണം, അത് ഗുരുജവാസികൾക്കത് സഹിക്കില്ല. അപ്പം വല്ലഭാചാര്യ വൈഷ്ണവാസാണ് ഈ പറയുന്നത്, ജയ് ശ്രീകൃഷ്ണ പറഞ്ഞു. വ്രജവാസികൾക്കത് സഹിച്ചില്ല. അവർ പറഞ്ഞു രാധേ 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 രാധേ, മറ്റ് നാമം അവിടെ ഉച്ചരിക്കാൻ പാടില്ല. അവർ പരസ്പരം, നിങ്ങൾ വ്രജവാസികൾ പരസ്പരം കാണുമ്പോൾ അവരെന്നാ പറയുന്നത്, രാധേ രാധേ. അവർ ഫോൺ എടുക്കുമ്പോൾ ഹലോ പറയാറില്ലെന്നറിയാമോ? ഫോൺ എടുക്കുമ്പോൾ അവരെന്നാ പറയുന്നത്, രാധേ. ഇപ്പം നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെന്താ പറയും, ഹലോ. അവരതല്ല, രാധേ രാധേ. അപ്പം അപ്പുറം നിൽക്കുന്ന ആള് രാധേ രാധേ, മനസ്സിലായ? അവർ ഫോൺ ചെയ്യുമ്പോൾ അങ്ങനെയാ പറയുന്നത്. അവർ തമ്മിത്താൻ കുടുംബാംഗങ്ങൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ആരെ കണ്ടാലും നമ്മളെ കണക്ക് ഗുഡ് മോർണിംഗും ഒന്നും ഇല്ല അവർക്ക്. വ്രജവാസികൾ ഉറക്കം എഴുന്നേറ്റ് വന്നാൽ സ്വന്തം അച്ഛനെ കണ്ടാലും അച്ഛൻ മകനെ കണ്ടാലും രാധേ രാധേ. അപ്പം മകനും തിരിച്ചു പറയും രാധേ രാധേ. അതാണ് അവിടെ നമ്മൾ ഹോട്ടലിൽ ചെന്നാലും അവർ പറയുന്നത് രാധേ രാധേ. ഓട്ടോക്കാരന് പൈസ കൊടുത്താലും അവർ പറയുന്നത് രാധേ രാധേ. ഏത് ചർച്ചകളിൽ പങ്കെടുത്താലും അവർ പറയുന്നത് രാധേ രാധേ. അവർ ഒന്നിച്ചു കൂടുമ്പോഴും അവർ പറയുന്നത് രാധേ രാധേ. അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ് രാധേ രാധേ. ഓ രാധേ 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 രാധേ. ഓ രാധേ രാധേ. രാധ എന്ന വികാരം അത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങളെ ആ ഭക്തിയുടെ നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഭക്തിയുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവരെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ദൈവം എന്ന് പറഞ്ഞാൽ രാധാജി, വേറെ ഒരു ദൈവത്തെ അവർ തിരിഞ്ഞു നോക്കത്തില്ല. ഈവൻ കൃഷ്ണനെ പോലും പറ്റത്തില്ല. ഇല്ലേ, ജയ് ശ്രീകൃഷ്ണ പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. ജയ് ശ്രീകൃഷ്ണ പറഞ്ഞിട്ട് അവർക്ക് സഹിക്കുന്നില്ല. അവരെന്തേ പറയത്തുള്ളൂ, രാധേ രാധേ. അതിനപ്പുറം വേറെ ഒന്നും വേണ്ട. രാധ. അപ്പം അവിടുത്തെ ഒരു വ്രജവാസി പറയുന്നതാണ്, എൻ്റെ കൂടെ വന്ന ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, രാധാറാണി എൻ്റെ അമ്മ, എൻ്റെ ഫ്രണ്ട്, എൻ്റെ ദൈവം, എൻ്റെ സർവസ്വവുമാണ് എനിക്ക് രാധാറാണി. ദൈവം എന്ന് പറഞ്ഞാൽ രാധാറാണി. മറ്റ് ദൈവങ്ങളെക്കുറിച്ച് കേൾക്കാൻ പോലും അവർക്ക് താല്പര്യമില്ല. നിങ്ങളൊരു വ്രജവാസിയെ വിളിച്ചിട്ട്, നിങ്ങൾ ഗൈഡിനെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ, ചിലപ്പോൾ ചൂടാവുമാര്, പരീക്ഷിക്കാൻ പറഞ്ഞു നോക്കേ,
അവർക്ക് രാധാറാണി അല്ലാതെ വേറെ ഒരു ദൈവത്തെക്കുറിച്ചും കൃഷ്ണനെ കുറിച്ചും അവർക്ക് കേൾക്കണ്ട. രാധാറാണിയെ ചേർത്ത് പറഞ്ഞാൽ ഓക്കെ അവർ കേട്ടുകൊണ്ട് നിൽക്കും. അല്ലാതെ രാധാറാണി ഇല്ലാതെ നിങ്ങൾ കൃഷ്ണന്റെ കുരുക്ഷേത്ര കഥയോ മധുരയിലെ കഥയോ പറഞ്ഞാൽ ചിലപ്പോൾ കൊങ്ങായ്ക്ക് പിടിച്ചെടുത്ത് ദൂരെ എടുത്ത് കളയുക അവർ. അതാണ് അവരുടെ ഭക്തി. അത്രയ്ക്ക് തീവ്രമാണ് അവരുടെ ഭക്തി എന്ന് പറയുന്നത്. അവർ പറയുന്നത് കരുണയുടെയും സ്നേഹത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ് ആരെന്ന് പറയുന്നത് രാധാറാണി. സാക്ഷാൽ രാധാറാണി അവിടെ ജലരൂപത്തിൽ സ്ഥിതി ചെയ്യും. അല്ലാതെ നിങ്ങളെ കണക്ക് രാധാറാണി കുളിച്ച കുണ്ടിലെ വെള്ളമെന്നല്ല. നമ്മളൊക്കെ കരുതുന്നത് രാധാറാണി കുളിച്ചെടുത്ത വെള്ളം, രാധാറാണി നിർമ്മിച്ച ജലം, അതുകൊണ്ട് പവിത്രം. പിന്നെ കൃഷ്ണനും രാധാജിയൊക്കെ അവിടെ കുളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പവിത്രം. അവർ പറയുന്നത് അങ്ങനല്ല. രാധാറാണി ഞങ്ങൾക്കായിട്ട് ജലരൂപത്തിൽ എന്നും ദർശനം തരിക, ഞങ്ങൾക്കായിട്ട് എല്ലാ ദിവസവും ദർശനം തരികയാണ്. 2009 രാധാകുണ്ട് വൃത്തിയാക്കാൻ സർക്കാർ തീരുമാനിച്ചു. അപ്പോൾ ഇവർ പറയുകയാണ് രാധാകുണ്ട് വൃത്തിയാക്കാനോ? എന്തിന്? രാധാകുണ്ട് എപ്പോഴും വൃത്തിയാണ്. കാരണം അത് രാധാ റാണിയാണത്. അത് രാധാ റാണിയാണ്. അത് എന്താണ്? അത് ജീവിതത്തിൽ ഒരിക്കലും അത് അഴുക്കാകില്ല. ഞങ്ങളുടെ രാധാറാണി അഴുക്കാവുമോ? അങ്ങനെ ഒരു പേരുച്ചരിച്ചു പോകരുത്. മനസ്സിലായില്ലേ? വൃത്തിയാക്കുന്നു, ക്ലീൻ ചെയ്യുന്നു എന്ന് പറയരുത്. കാരണം ഞങ്ങളുടെ രാധാറാണിയാ. രാധാറാണിക്കിടെ ഇതെങ്ങനെ അഴുക്കാകും? അതുകൊണ്ട് ക്ലീൻ ചെയ്യുന്നു എന്ന് പറയരുത്. തീരുമാനമെടുത്തപ്പോൾ ചിന്തിക്കൂ, നിങ്ങൾ ഭക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. രാധാജി ആരാന്ന് ചിന്തിക്കൂ. അവർ പറയുന്നതേ സകല പാപങ്ങളും സകല അഴുക്കുകളും മനസ്സിൻ്റെ എല്ലാ അഴുക്കുകളും സർവപാപങ്ങളും ആ രാധാകുണ്ടിൻ്റെ അടുത്ത് ചെന്നാൽ തീരും. രാധാകുണ്ടിലോട്ട് ഇറങ്ങണ്ട, രാധാകുണ്ടിൻ്റെ അടുത്ത് ചെന്നാൽ മതി. ആ രാധാകുണ്ടിലെ ജലമയമായ രാധാറാണിയുടെ ശരീരം ഒന്ന് കണ്ടാൽ മതി. സർവപാപങ്ങളും തീരും, സർവ അഴുക്കുകളും തീരും. അങ്ങനെയുള്ള രാധാകുണ്ട് ക്ലീൻ ചെയ്യാനോ? പിന്നെ എന്താണ് അവരുടെ സങ്കല്പം? പറഞ്ഞു തരാം. 1987 ഇതിൻ്റെ ക്ലീനിങ് നടന്നതിന് ശേഷം 2009 ക്ലീനിങ് ആരംഭിച്ചത്. അപ്പോൾ വ്രജവാസികൾ പറയുകയാണ് 22 വർഷങ്ങൾ കഴിഞ്ഞു. 22 വർഷം, അതായത് 87 കഴിഞ്ഞ് 22 വർഷം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, രാധാജി നമുക്കൊരു വലിയ അവസരം തരികയാണ്. രാധാജിയെ സേവിക്കാനായിട്ട് നമ്മുടെ സ്നേഹവും നമ്മുടെ നന്ദിയും ഇതെല്ലാം പ്രകടിപ്പിക്കാൻ രാധാജി നമുക്ക് വലിയ ഒരു അവസരം തരികയാണ്. ഇനി ഒരു പക്ഷേ ഈ ജന്മം ഇങ്ങനൊരു അവസരം കിട്ടിയെന്ന് വരില്ല. കാരണം നിങ്ങൾക്കാർക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമാണ് വ്രജവാസികളുടെ ഭക്തി. നിങ്ങൾക്കാർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. ഈ ചെളിയും മണ്ണുമൊക്കെ വാരിക്കളഞ്ഞിട്ട് ഇതിനെ വൃത്തിയാക്കുന്നത് അത് അവരുടെ സങ്കല്പം എന്താണെന്ന് നിങ്ങൾക്കാർക്കും ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. അവര് പറയുകയാണ്, ഈ ജലമില്ലേ, ഈ കെട്ടിക്കിടക്കുന്ന ജലം, ഇത് രാധാറാണിയല്ലേ? അപ്പൊ ഈ ജലം ഞങ്ങളുടെ രാധാറാണിയുടെ വസ്ത്രമാണ്. അതാണ് ഭക്തി. കണ്ടോ? നിങ്ങൾ പഠിക്കണം, ഞാനും നിങ്ങളും എല്ലാം കണ്ടു പഠിക്കണം. ഇതാണ് ഭക്തി. ഇത് വെള്ളമല്ല, ഇത് രാധാജിയാണ്. അപ്പൊ പുറമേ കാണുന്ന ആ വെള്ളമൊക്കെ എന്താണ്? ഞങ്ങളുടെ രാധാജിയുടെ വസ്ത്രമാ. അപ്പൊ രാധാജി വസ്ത്രം മാറി വേറെ വസ്ത്രമെടുത്ത് സുന്ദരിയാകാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ രാധാജി പറഞ്ഞു, ഞാൻ വസ്ത്രം മാറി വേറെ വസ്ത്രം ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാ, എൻ്റെ ജലമയമായ ശരീരത്തിൽ വസ്ത്രം ധരിപ്പിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വാ. ആരൊക്കെയാണോ എനിക്ക് വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി വരുന്നത് അവരെല്ലാം പുണ്യവാന്മാരാണ്. അധികം താമസിയാതെ അവർ ഗോലോകത്തേക്ക് എത്തിച്ചേരും. എൻ്റെ ജലമയ ശരീരത്തിന് വസ്ത്രം ധരിപ്പിക്കാൻ വരുവിൻ വ്രജവാസികളെ, വരുവിൻ വ്രജവാസികളെ, വരുവിൻ വ്രജവാസികളെ. ആ വെള്ളം മുഴുവനും ഒഴുക്കി വിട്ട് അതിനകത്തെ ചെളി മാറ്റുക എന്ന് പറഞ്ഞാൽ രാധാജിയെ വസ്ത്രം മാറ്റാൻ സഹായിക്കുകയാണ്. അല്ലാതെ ക്ലീനിങ് അല്ല.
മറ്റുള്ളവർ ക്ലീനിങ് പൂർത്തിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ രാധാജി, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാധാജി വസ്ത്രം മുഴുവനും മാറിക്കഴിഞ്ഞു എന്നാണ് അർത്ഥം. അതോടെ രാധാറാണി പൂർണ്ണ സന്തോഷവതിയായി മാറിക്കഴിഞ്ഞു. അവിടെ ഈ ഭക്തി കണ്ടു പഠിക്കണം നിങ്ങൾ, ഈ ഭക്തി നിങ്ങൾ കണ്ടു പഠിക്കണം. കണ്ട ആ വെള്ളം, ഇവിടുന്ന് വൃന്ദാവനം കാണാൻ പോകുന്ന നിങ്ങളെല്ലാം രാധാറാണി നിർമ്മിച്ച ജലം കാണാനാ പോകുന്നത്. സത്യം പറഞ്ഞ എന്തിനാ പറയുന്നത്? ഭക്തി ചാനൽ അവതരിപ്പിക്കുന്നവർ പോലും അവിടെ ചെന്നിട്ട് രാധാകുണ്ട്, ഇത് രാധാറാണി നിർമ്മിച്ചതാണ്, ഈ വെള്ളമാണെന്നാണ് അവർ പറയുന്നത്. കഷ്ടം. വൃജവാസികളുടെ ഭക്തിയുടെ പകുതി നമ്മളിൽ ആർക്കുമില്ല. വൃജവാസികൾ പറയുന്നു ഇത് രാധാ കുണ്ടല്ല, രാധാ റാണി. ഇത് വെള്ളം മാറ്റി ചെളിവാരി ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ രാധാറാണി, ഞങ്ങളുടെ രാധാമ്മ വസ്ത്രം മാറുകയാണ്. കണ്ടോ, 22 വർഷങ്ങൾ കഴിഞ്ഞപ്പം കരുണാമയ്യ രാധാറാണി, ഞങ്ങൾ വൃജവാസികൾ ഇത്രയും നാളായി അമ്മയെ പൂജിക്കുകയല്ലേ. അപ്പൊ അമ്മ പറഞ്ഞു, വൃജവാസികളെ, എൻ്റെ മക്കളെ വാ, നിങ്ങൾക്ക് ഗോലോകത്തേക്ക് വരണ്ടേ മക്കളെ, വാ മക്കളെ, നിങ്ങൾക്ക് ഗോലോകത്ത് പോകാൻ അമ്മ ഒരു അവസരം തരാം. അമ്മയുടെ ജലമയ ശരീരത്തിലെ വസ്ത്രം മാറുകയാ മക്കളെ, നിങ്ങൾ വാ, നിങ്ങൾ വന്നിട്ട് ഈ വസ്ത്രം മാറുന്നതിന് അമ്മയെ സഹായിക്കും മക്കളെ. അത്രയ്ക്ക് കരുണാമയിയാണ്, അത്രയ്ക്ക് സ്നേഹമയിയാണ്. അതാണ് രാധാറാണി. നമ്മൾ പറയത്തില്ലേ, കരുണാമയി സ്നേഹാമ്രയി മൃമതാമ്രയി രാധാ, കരുണാമയി പ്രണയാമയി സ്നേഹാമയി രാധാ, രാധേ കരുണാമയി സ്നേഹാമയി പ്രണയാമയി രാധേ, കരുണാമയി സ്നേഹാമയി പ്രണയാമയി രാധേ, രാധേ. ഓർമ്മിക്കുക, ഈ ക്ലീനിങ് എന്ന് നമ്മൾ പറയുന്ന സംഭവം അത് നടക്കുന്ന ദിവസം എല്ലാ ദിവസവും എല്ലാ വൃജവാസികളും, പുരുഷന്മാര്, സ്ത്രീകള്, കുട്ടികള്, 3 വയസ്സ് മുതൽ 100 വയസ്സ് വരെ ഉള്ളവര് രാധാകുണ്ടിലെ ചെളി മാറ്റാൻ വേണ്ടി അവിടെ എത്തുകയാണ്. അതവരെങ്ങനെയാണ് രാധാകുണ്ടിലെ ചെളി മാറ്റുന്നത്? ഇവിടുത്തെ കണക്ക് ചുമ്മാ അങ്ങ് ചെളി കോരി കളയുകയല്ല. അവർ ഓരോരുത്തരും ആ ചെളി മാറ്റുന്നത് നൃത്തച്ചുവടുകളോടെയാണ്. ഒരാള് ചെളി കോരും, ആ ചെളി കോരിയിട്ട് അയാൾ പറയും രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, എന്നിട്ട് അടുത്ത ആൾക്ക് കൊടുക്കുകയാണ്. അയാൾ രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അങ്ങനെ രാധേ രാധേ പാടിക്കൊണ്ടാവരുത് ചെയ്യുന്നത്. വൈകുന്നേരമാകുമ്പോഴാണ്. വൈകുന്നേരമാകുമ്പം ജോലി കഴിഞ്ഞിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആ വൃജവാസികൾ, എത്ര എണ്ണം പറയാൻ പറ്റില്ല, ആ വൃജവാസികൾ മുഴുവൻ ബക്കറ്റുമായി വന്നിങ്ങനെ ക്യൂ നിൽക്കുകയാണ് അവിടെ ചെളി വാരാൻ. ബക്കറ്റുമായി വന്ന് ക്യൂ നിന്ന് ചെളി വാരി ഈ ചെളി വഹിച്ചു കൊണ്ടുപോകാൻ ഒരു വലിയ ട്രാക്ടർ വണ്ടിയുണ്ട്, അതിനകത്ത് കൊണ്ടുചെന്ന് അവർ തട്ടും. ഇങ്ങനെ ഇവർ ക്യൂ നിൽക്കുമ്പോഴും ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്തിയെ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ കാണുന്ന ഒരു ഭക്തിയെ ഒന്ന് താരതമ്യം ചെയ്യും. നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നേ, ഗുരുവായൂരപ്പനെ കാണാൻ ക്യൂ നിൽക്കുന്നവരെ ഒന്ന് നോക്കേ നിങ്ങൾ. ഒരു 2 മണിക്കൂർ കാണും. ചിലർ ഇടുപ്പിന് കൈയും കൊടുക്കും, ചിലർ അതൊന്ന് തുറന്നു വിടാത്ത എന്ത്, എത്ര നേരമായി ഇവിടെ നിൽക്കുന്നത്. ചിലർ ആദ്യം ഒരു കടിച്ചു പിടിച്ച് വിഷ്ണു സഹസ്രനാമമൊക്കെ എടുത്ത് ഇച്ചിരി നേരം വായിക്കുന്നതാണ്. ഞാനിതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇച്ചിരി നേരം വായിക്കും, കുറേ കഴിഞ്ഞിട്ട് അതങ്ങ് നിർത്തിയിട്ട് വീണ്ടും ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനല്ല അവിടുത്തെ ക്യൂ. അവിടെ നേരെ തിരിച്ചാണ്. ക്യൂ നിൽക്കുമ്പോഴും എല്ലാവരും കൈകൊട്ടി പാടുകയാണ് രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അതെ, നമ്മളെ കണക്ക് ഇങ്ങനെ ബലം പ്രയോഗിച്ച് ക്യൂ നിന്ന്
ക്യൂ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് നടന്ന് അങ്ങനല്ല, അവരും മതിമറക്കുകയാണ്, ആഹ്ലാദം കൊണ്ട് മതിമറക്കുകയാണ്. കാരണം ഞങ്ങളുടെ രാധാജിയുടെ ജനമയ ശരീരത്തിലെ വസ്ത്രം മാറാൻ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നു. ഇതെങ്ങനെ ഞങ്ങൾ നിൽക്കും? അവർ നൃത്ത ചുവടുകളുമായി നിൽക്കുന്ന ഒരു ക്യൂ നിങ്ങൾ സങ്കല്പിച്ചു. ഓക്കെ, 10,000-കണക്കിന് ആളുകൾ ഒരേപോലെ നൃത്ത ചുവടുമായി നിൽക്കുകയാണ്. ആ ക്യൂ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. അവർ നൃത്തം ചവിട്ടുകയാണ്. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അങ്ങനെ നൃത്തം ചവിട്ടുന്നു. അതേ സമയത്ത് തന്നെ അവിടെ ഏതും നടക്കുന്നുണ്ട്, ഭജനയും പാടുന്നുണ്ട്. അപ്പോൾ അത് ആലോചിക്കുക നിങ്ങൾ. ഒരേ സമയത്ത് നൃത്തം ചവിട്ടുന്നു. അത് മാത്രമല്ല മാ ജാജ്ഞവ ബൈഠക്കില്ലേ, മാ ജാജ്ഞവ ബൈഠക്കില് വലിയ സ്പീക്കർ വെച്ചിരിക്കുകയാണ്. ആ സ്പീക്കറിലൂടെ രാധാജിയുടെ ഭജനകള്, ഒരു വശത്തുനിന്ന് സ്പീക്കറിലൂടെ ഭജന, മറുവശത്ത് ക്യൂ നിൽക്കുന്നവർ തുള്ളിച്ചാടിക്കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാധാജിയെ സേവിക്കാൻ അവസരം കിട്ടിയേ എന്ന് തുള്ളിച്ചാടിക്കൊണ്ട് അവര് കരുണാമയി പ്രേമാമയി സ്നേഹാമയി രാധേ രാധേ. ഇനി ഒന്നും കൂടെ നോക്കിക്കൊള്ളണം, അവരെല്ലാവരും എന്ത് ചെയ്യുകയാണ്? വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും ഒഴുകിയെത്തുകയാണ്. അതായത് വൈകുന്നേരമാകുമ്പോൾ വൃന്ദാവനത്തില് സകല വീടുകളിലും ക്ലോസ്, ഒറ്റ വീടിലും ആളില്ല. വൃന്ദാവനത്തിലെ എല്ലാ വീടുകളും പൂട്ടി കുഞ്ഞു കുട്ടി പരാധീന സഹിതം നൃത്ത ചുവടുകളുമായി ഇങ്ങനെ വരികയാണെന്ന് സങ്കല്പിച്ചു നോക്കേ. അവര് രാധാകുണ്ടിന്റെ അടുത്തെത്തപ്പെടല്ല, വീട്ടിൽ നിന്നേ അവർ തുടങ്ങുകയാണ്. അവര് നൃത്തം ചവിട്ടിയാണ് വീടടയ്ക്കുന്നത്. മനസ്സിലായില്ലേ? രാധേ രാധേ എന്ന് നൃത്തം ചവിട്ടി ആ വീടടച്ചിട്ട് വഴിനീളെ അവരിങ്ങനെ രാധേ രാധേ ഇങ്ങനെ കുണുങ്ങി അവർ വരിക. കാരണം രാധാറാണിയുടെ വസ്ത്രം മാറ്റാൻ ഞങ്ങൾ സഹായിക്കാൻ പോവുക. ഇതിൽ കൂടുതൽ ഭാഗ്യം ഞങ്ങൾക്ക് എന്താ ഉള്ളത്? ഇനി ആ വരികളിൽ ആരാ നിൽക്കുന്നത്? ബ്രാഹ്മിൺസ് ഉണ്ട്, ബനിയാസ് ഉണ്ട്, ബാങ്കീസ് ഉണ്ട്, താക്കുരാസ് ഉണ്ട്. ജാതി മത ഭേദ വ്യത്യാസം ഇല്ലാതെ നിൽക്കുകയാണ്. അതിനകത്ത് ആരാണുള്ളത്? അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സ്വദേശികളുണ്ട്, വിദേശത്തുനിന്ന് വന്ന സായിപ്പന്മാര് വരെ ഉണ്ടെന്നറിയുക. ജാതി എന്നാൽ പൊതുവെ നിങ്ങൾ ആലോചിക്കുക, സാധാരണഗതിയിൽ എല്ലാ ഗ്രാമങ്ങളിലെയും പോലെ ഈ ഗ്രാമത്തിലും ജാതി മത വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്, ജാതിയുടെ പേരിലുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ രാധാറാണിയുടെ വസ്ത്രം മാറുന്ന സമയത്ത് ബ്രാഹ്മണനും അതിൽ താണവനും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം നെഞ്ചോട് നെഞ്ചൊട്ടി നിൽക്കുകയാണ്. കാരണം ഞങ്ങൾ രാധാറാണിയുടെ മക്കളാണ്. ആ സമയത്ത് അവിടെ മതവിദ്വേഷമില്ല, ജാതി വിദ്വേഷമില്ല, യാതൊന്നുമില്ല. അവിടെ എങ്ങനെയാ നടക്കുന്നത്? അവിടെ ഞാൻ പറഞ്ഞില്ലേ, ബ്രാഹ്മണരുണ്ട്, ഠാക്കൂർസ് ഉണ്ട്, ബനിയാസ് ഉണ്ട്, ബാങ്കിസ് ഉണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളും എല്ലാം ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഒരാള് വെള്ളം കോരി അടുത്ത ആളിന്റെ ആ മണ്ണ് കോരി ചെളിയും വെള്ളവും കൂടെ കോരി കൊടുക്കും. അയാൾ അടുത്ത ആളിന്റെ കയ്യിൽ അത് എങ്ങനെ ആ രംഗം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു നോക്കിയാൽ വരിയാ പോകുന്നത്. അത് എങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഒരാള് അതിൽ നിന്ന് വെള്ളം കോരി രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കേ, കുളത്തിനകത്ത് നിന്ന് ഇങ്ങനെ ബക്കറ്റും ചെളിയും ആ വെള്ളവും എല്ലാം കോരിക്കൊണ്ട് അവർ രാധാറാണിയുടെ വസ്ത്രം മാറാൻ സഹായിക്കുകയാണ്. അങ്ങനെ നൃത്തം ചവിട്ടി വന്ന് ക്യൂവിൽ മുമ്പിൽ നിൽക്കുന്ന ആളിന്റെ കയ്യിൽ കൊടുക്കും. അയാൾ ഉടനെ രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അടുത്ത ആളിന് പാസ് ചെയ്തു. അയാൾ നൃത്ത ചുവടുകളുമായി അടുത്ത ആളിന് പാസ് ചെയ്തു. അവിടെ മുഴുവനും രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ.
അപ്പൊ ശരിക്കും എന്താ അവിടെ പറയേണ്ടത്? എല്ലാ ചുണ്ടുകളിൽ നിന്നും രാധേ രാധേ എന്ന മന്ത്രം മാത്രം. ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊന്നുമില്ല. സ്വദേശി വിദേശി അങ്ങനെ വ്യത്യാസമില്ല. ഹിന്ദുക്കൾ മാത്രമല്ല, ഒരുപാട് യൂറോപ്യൻസ് അവരുടെ ഭക്തി ഭയങ്കരമാണ്. മനസ്സിലായില്ലേ? സായിപ്പും മദാമയും ഒക്കെ രാധാറാണി എന്ന് വിളിച്ച കണ്ണീന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് അവർക്ക്. അവരാ കണ്ണീർ ഒഴുകിക്കൊണ്ടാണ് നൃത്തം ചവിട്ടുന്നത്. മഹാനിധി സ്വാമി പറയുക, എൻ്റെ 15 വർഷത്തെ വൃജവാസ ജീവിതത്തിനിടയിൽ ഇത്രയും സന്തോഷത്തോടെ, ഇത്രയും സമാധാനത്തോടെ ഈ ഗ്രാമത്തെ, ഇവിടുത്തെ ജനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. ഈ മാസങ്ങളോളം നീണ്ടു നിന്ന രാധാജിയുടെ വസ്ത്രം മാറാൻ സഹായിക്കുന്നത് അതൊരു ഉത്സവം. ആ സമയത്ത് ഒരു കുഞ്ഞു വഴക്കോ ഒരു കുഞ്ഞു പ്രശ്നങ്ങളോ എവിടെയുമില്ല എന്ന് മാത്രവുമല്ല, നിങ്ങൾ ശ്രദ്ധിക്കുക, ആ സമയത്ത് യുവാക്കള്, കുട്ടികള്, യുവതികള്, സ്ത്രീകള്, മുതിർന്ന അപ്പാപ്പന്മാര് എല്ലാവരും എന്നാ ചെയ്യുന്നത്? രാധാകുണ്ടിലെ ചെളിയില്ലേ, അതെടുത്ത് മുഖത്തും നെറ്റിയിലുമൊക്കെ ഇങ്ങനെ തേക്കും അവര്. ഈ രാധാറാണിയെ സേവിച്ചിട്ട് ആ ചെളി എടുത്ത് തേച്ചിട്ട്, എന്താണ്, ഞങ്ങൾ രാധാറാണിയെ സേവിച്ചിട്ട് വരികയാണല്ലോ, രാധാറാണി മാറിയ വസ്ത്രത്തിന്റെ അംശമാണല്ലോ ഞങ്ങളുടെ മുഖത്ത്. എന്നിട്ട് അവരെല്ലാവരും കൂടെ എന്താ ചെയ്യുന്നത്? ഈ ചെളി മുഖത്ത് തേച്ചിട്ട് നൃത്തം ചവിട്ടി പോവുക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ സമയത്ത് നമ്മള് വൃന്ദാവനത്തിൽ ചെന്ന, രാധാകുണ്ടിലേക്ക് ചെന്നാൽ രാധാറാണിയുടെ രാധാകുണ്ടിൽ നിന്ന് ചെളിവാരി കളഞ്ഞിട്ട് അതിൻ്റെ അംശമെടുത്ത് പരിപാവനമാണ്. അതെടുത്ത് നെറ്റിയിലും കവിളിലും ഒക്കെ പുരട്ടിയിട്ട് അതൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഒരു നിമിഷം ഒന്ന് ഭാവനയെ കണ്ടു നോക്കേ. കുട്ടികള്, യുവാക്കള്, യുവതികള്, വൃദ്ധന്മാര് എല്ലാവരും ചേർന്ന് ചെളി ദേഹത്ത് തേച്ചിട്ട് രാധേ രാധേ ഓ രാധേ 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 എന്ന് മാത്രമാണോ? ഈ പ്രക്രിയ തീരുന്നത് വരെ എല്ലാവരും ജോലി സ്ഥലത്തേക്ക് പോകുന്നത് രാധേ രാധേ എന്ന് നൃത്തം ചവിട്ടിയാണ്. പാടത്ത് പണിയെടുക്കുന്നവര് രാധേ രാധേ നൃത്തം ചവിട്ടിക്കൊണ്ടാണ്. എങ്ങും ഒരു ഉത്സവം, എങ്ങും ഒരു ഉത്സവം. സന്തോഷത്തോടെ അവര് രാധാറാണിയെ ഇങ്ങനെ സേവിക്കുന്ന കാഴ്ച അതൊന്ന് ചിന്തിച്ചു നോക്ക്. മഹാനിധി സ്വാമി പറയുന്നു, തൻ്റെ വാച്ച്മാനെ 3 മണിക്കൂർ ഒരു ദിവസം ഈ രാധാകുണ്ട് ക്ലീൻ ചെയ്യാൻ, അങ്ങനെ പറഞ്ഞുകൂടാ, രാധാറാണിയെ വസ്ത്രം മാറാൻ സഹായിക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ 5 മക്കളും കൂടെ പോകും. എല്ലാവർക്കും പറയാനുള്ളത്, ഞങ്ങള് രാധാറാണിയുടെ വസ്ത്രം മാറാൻ സഹായിക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ അമ്മയുടെ വസ്ത്രം മാറാൻ ഞങ്ങൾ സഹായിക്കാൻ പോവുകയാണ്. ടി വിക്കാരെല്ലാം അവിടെ ഉണ്ട്, പത്രക്കാരുണ്ട്, അവർ ഈ പങ്കെടുക്കുന്നവരുടെ ഇന്റർവ്യൂ നടക്കും. ചില വൈകുന്നേരങ്ങളിൽ രാധാകുണ്ടില് ഭക്തരിങ്ങനെ നൃത്തം ചവിട്ടും രാധേ രാധേ എന്ന്. ആ സമയത്ത് ഹെലികോപ്റ്ററിൽ വന്ന് പൂക്കൾ ഇങ്ങനെ വർഷിക്കും. അപ്പൊ രാധാകുണ്ടിലെ ഭക്തന്മാർ ആർത്ത് വിളിക്കും, രാധാ റാണിക്ക് ജയ്, രാധാ റാണിക്ക് ജയ്. ഹെലികോപ്റ്ററിൽ ഇങ്ങനെ 4 പാടും പൂക്കൾ വാരി വിതറും. അത് ഭക്തരുടെ ദേഹത്ത് വന്ന് പതിക്കും. അപ്പൊ അവര് പറയും, ബോലോ ഹേ ബോലോ രാധാ റാണിക്ക് ജയ്, ബോലോ രാധാ റാണിക്ക് ജയ്, ബർസാനെ വാലി രാധാ റാണിക്ക് ജയ്. അവരാനന്ദ നൃത്തം ചവിട്ടുകയാണ്. കാരണം
ഞങ്ങളുടെ രാധാറാണിയും രാധാറാണിയുടെ സഖിമാരും സ്വന്തം കൈവള കൊണ്ട് കുഴിച്ചുണ്ടാക്കിയതാണ് ആ രാധാകുണ്ട്. അതെ, അതൊരു ഉത്സവമായിരുന്നു, അതൊരു ഉത്സവമായിരുന്നു. ഇങ്ങനെ ഒരു ഉത്സവം ലോകത്തെവിടെയുമില്ല. മാസങ്ങളോളം ഒരവശബ്ദം പോലും ഇല്ലാതെ എല്ലാ മനുഷ്യരും തുള്ളിച്ചാടി നടക്കുന്നത്, ഒരനിഷ്ട സംഭവങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അതായത് സാധാരണഗതി നമുക്കറിയാം, ഏതൊരു പ്രദേശത്തും 2-3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ വയസ്സ് എന്നവരെങ്കിലും മരിക്കും, ഒന്നും സംഭവിച്ചിട്ടില്ല. രാധാറാണിയുടെ ഉത്സവം നടക്കുന്ന അവസരത്തിൽ വൃന്ദാവനത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. ഭഗവാനെ, ഞങ്ങളത് കണ്ണുകൊണ്ട് കാണുന്നു, ഞങ്ങൾക്കിനി അതിന് അവസരമില്ല. പകരം രാധേ രാധേ പ്രേക്ഷകരെ, രാധേ രാധേ പ്രേക്ഷകരെ, നമുക്കൊന്ന് ഭാവനയിൽ കാണാം. നമുക്കല്ലാതെ എന്ത് ചെയ്യാം? നിങ്ങൾ എല്ലാവരും ഭാവനയിൽ കാണൂ. രാധാജിയുടെ രാധാ കൊണ്ട് അതിലെ വെള്ളവും ചെളിയും മാറ്റുകയാണ്, അതായത് വസ്ത്രം മാറുകയാണ്. നമ്മളൊക്കെ ബക്കറ്റുമായി ക്യൂ നിൽക്കുകയാണ്. അതേ, ചെളി കോരിക്കഴിഞ്ഞു. ഭാവനയിൽ കാണൂ രാധേ രാധേ പ്രേക്ഷകരെ, ചെളി കോരിക്കഴിഞ്ഞു. നമുക്ക് നൃത്തം ചവിട്ടിക്കൊണ്ട് രാധാറാണിയുടെ ഈ വസ്ത്രം മാറുന്നതിന് സഹായിക്കാം. പിടിക്കൂ നിങ്ങൾ ആ ബക്കറ്റ്, ആ ചെളിയുള്ള ബക്കറ്റ് പിടിക്കൂ, അല്പം എടുത്ത് മുഖത്ത് തേക്കൂ. തേച്ചിട്ട് നമുക്ക് നൃത്തച്ചുവട് ചവിട്ടാം, നൃത്തച്ചുവട് ചവിട്ടാം. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. അടുത്താക്ക് കൈമാറുന്നതായി സങ്കല്പിക്കൂ, അടുത്താക്ക് കൈമാറുന്നതായി സങ്കല്പിക്കൂ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ നമ്മുടെ ദേഹത്തേക്ക് പൂക്കൾ ചൊരിയുന്നതായിട്ട് സങ്കല്പിക്കൂ. നമുക്ക് വിളിക്കാം, നമുക്ക് ആർത്ത് വിളിക്കാം. രാധാ റാണിക്ക് ജയ്, രാധാ റാണിക്ക് ജയ്, രാധാ റാണിക്ക് ജയ്. ബോലോ രാധാ റാണിക്ക് ജയ്. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.